ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ ബ്രോക്കർ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ, ഒരു കല്യാണാലോചനയായിട്ട്. അപ്പോൾ വീട്ടിൽ നികേഷും ഭാസ്കറിനും മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോഴാണ് സുധീഷും നിധിയും പുറത്തുനിന്ന് വരുന്നത്. അവരെ കണ്ടപാടെ നികേഷ് പറയുന്നുണ്ട്, ഏട്ടൻ വന്നല്ലോ. ബ്രോക്കറെ കണ്ടപ്പോൾ തന്നെ സുധീഷിന് കാര്യം മനസ്സിലായി, അടുത്ത കല്യാണം കൊണ്ടുള്ള വരവാണെന്ന്. അവരെ കണ്ടപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, സുഭാഷിനൊരു കല്യാണാലോചന കൊണ്ട് വന്നതാണ് വരുന്നത്. കേട്ടപ്പോൾ സുധീഷിനൊരു സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല അച്ഛനതിലൊന്നും ഇടപെടാത്തതല്ലേ, പിന്നെ എന്ത് പറ്റി? അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ, നിങ്ങൾക്ക് പുച്ഛല്ലേ. പിന്നെ ഞാൻ അച്ഛനായി പോയില്ലേ, എൻ്റെ കടമ ഞാനും ചെയ്യണ്ടേ, അതുകൊണ്ട് കൊണ്ടുവന്നതാ. പറ്റുമെങ്കിൽ എടുത്തോ, അല്ലാതെ ഇപ്പോൾ എനിക്ക് എന്താണെന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഭാസ്കരൻ പോയ പാടെ ബ്രോക്കർ പറയുന്നുണ്ട്, നിങ്ങളുടെ അച്ഛൻ ഇന്നലെ എന്നെ ഒന്ന് കുടഞ്ഞു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ആലോചനയായിട്ട് വന്നതാണ് കേട്ടോ. അവർക്ക് സമ്മതമാണ്. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, അതാരാ? അത് നമ്മൾ മുന്നേ പോയി കണ്ടതാണ്. സുഭാഷ് പരിപ്പുവട ഉണ്ടാക്കാൻ പഠിപ്പിച്ച കുട്ടിയില്ലേ, അവർ വീണ്ടും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എല്ലാവരും ഷോക്കാവുന്നുണ്ട്. അത് അന്നേ വേണ്ടെന്ന് വെച്ച കാര്യമില്ല, പിന്നെ ഇപ്പോൾ എന്താ അവർ പിന്നെ വന്നത്? അതൊന്നും എനിക്കറിയില്ല, അവർക്ക് ഇൻട്രസ്റ്റ് ആണെന്ന് അവർ പറഞ്ഞു. പിന്നെ എന്തോ ഒരു കാര്യമുണ്ട്, അത് സുഭാഷിനോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അത് കേട്ടപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, എപ്പോൾ അന്ന് കാണാൻ പോയപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ? അതല്ല, അവർ പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ അവർ ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ, കാരണം സുഭാഷേട്ട ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ബ്രോക്കർ പറയാണ്, അവർക്കൊരു കണ്ടീഷൻ ഉണ്ട്, അതെന്താണെന്ന് നിങ്ങൾ പോയി ചോദിച്ചോ, നാളെ തന്നെ പെണ്ണ് കാണാൻ പോയിക്കോ. അപ്പോൾ അവരെന്താ ചോദിക്കുമ്പോൾ ബ്രോക്കർ പറയുന്നില്ല, അതെന്താണെന്നൊന്നും അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, നിങ്ങൾ നാളെ പോകുമ്പോൾ ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് മെല്ലെ തടി തപ്പാണ് കേട്ടോ ബ്രോക്കർ. പിന്നീട് കാണിക്കുന്നത് രാത്രി സുഭാഷേട്ടൻ വർക്ക് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ സുഭാഷേട്ടനെ വട്ടം ചുറ്റിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാവരും കൂടെ എൻ്റെ ചുറ്റും നിൽക്കുന്നത്, എന്നെ നോക്കുന്ന എങ്ങനെ, എന്താ പ്രശ്നം, പറയടാ, എന്തോ ഒപ്പിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധീഷ് ആക്കി രീതിക്ക് ചോദിക്കുന്നുണ്ട്, സുഭാഷേട്ടൻ ഒരു പെണ്ണിനെ കാണാൻ പോയി എന്നറിഞ്ഞല്ലോ. അതിൽ സുഭാഷ് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ സുഭാഷ് പറയുന്നത്, ഇതാ നിങ്ങളോട് ആരാ പറഞ്ഞേ? പക്ഷേ അതിനുള്ള മറുപടി ഇവർ കൊടുക്കുന്നില്ല കേട്ടോ. അത് ആരും ആയിക്കോട്ടെ, സുഭാഷേട്ടൻ എന്താ ഞങ്ങളോട് പറയാതെ പെണ്ണെ കാണാൻ പോയത്? അല്ലെങ്കിൽ എല്ലാം ഞങ്ങളോട് പറയുന്നതല്ലേ, മത്തിയിൽ ഇരുമ്പുമ്പോൾ ഇട്ട് വെച്ച കാര്യം വരെ പറയുന്ന ആളെന്താ ഇത് പറയാഞ്ഞേ? പക്ഷേ സുഭാഷ് ആകെ പെട്ട അവസ്ഥയായിട്ട് എന്താ പറയുക ഒന്നും അറിയില്ല. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചതാണ്, പിന്നെ ഓരോ തിരക്കിൽ ഞാൻ വിട്ടുപോയി, പ്രത്യേകിച്ചൊന്നുമില്ല, അവൾ എന്നെ കാണണമെന്ന് പറഞ്ഞൊരു ദിവസം, അപ്പം ഞാൻ വരുന്ന വഴിക്കൊന്ന് പോയി കണ്ടു, അത് ശരിയാവില്ല, അപ്പം തന്നെ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വേഗം റൂമിലേക്ക് പോവാട്ടോ. എന്നിട്ട് റൂമിൽ നിന്ന് ആലോചിക്കുന്നുണ്ട്, അല്ല ഇവരിപ്പോൾ ഇതെങ്ങനെയാണ് അറിഞ്ഞേന്നൊക്കെ. സുഭാഷ് ചേട്ടൻ്റെ പരങ്ങൽക്കളി കണ്ടിട്ട് എല്ലാവർക്കും ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ സുഭാഷ് പിടി കൊടുക്കാതെ വേഗം അകത്തേക്ക് പോയി. അങ്ങനെ പിറ്റേ ദിവസം ഇവർ പെണ്ണ് കാണാനായിട്ട് പോവാണ് കേട്ടോ. പോകുന്നത് നമ്മുടെ സുധീഷും നിധിയും മാത്രമാണ്, ബാക്കി ആരും വന്നിട്ടില്ല. പിന്നെ സുഭാഷ് ചേട്ടനോട് പറഞ്ഞിട്ടുമില്ലല്ലോ. അങ്ങനെ അവർ പോവാണ്, കാരണം എന്താണ് കണ്ടീഷൻ എന്ന് അറിയണമല്ലോ. അങ്ങനെ അവരുടെ എത്തുമ്പോഴേക്കും കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ നല്ല സ്വീകരണമാണ്, കൂടെ ബ്രോക്കറും ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടി വന്നു അവർക്ക് ചായ കൊടുക്കുന്നുണ്ട്. അപ്പം സുധീഷ് പറയുന്നുണ്ട്, ഇതെൻ്റെ വൈഫാണ് നിധി. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അറിയാം, വൈറൽ കല്യാണം ആയിരുന്നില്ലേ, ഞാൻ പത്രത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒന്നൊരു ചമ്മയെ ചിരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അവർ കാര്യങ്ങളിലേക്ക് വരികയാണ്, അങ്ങനെ സംസാരിക്കുകയാണ്, ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പം അവർ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ കണ്ടീഷൻ, അതൊന്ന് പറയോ? അത് കേട്ടപ്പോൾ കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഓൾറെഡി സുഭാഷിനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ സുഭാഷ് ഇത് സമ്മതിച്ചില്ല, അതാണ് പിന്നെ ഈ കല്യാണം വേണ്ടാന്ന് വെച്ചത്. പക്ഷേ ബ്രോക്കർ പറഞ്ഞു നിങ്ങൾ സമ്മതിക്കായിരിക്കും, ഞങ്ങൾക്ക് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അത് പരിഹരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് സമ്മതമാണെന്ന്. അപ്പോൾ സുധീഷിനും നിധിക്കും ഒരു ഡൗട്ട് വരുന്നുണ്ട്, എന്താണ് ഇപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ പറഞ്ഞോളൂ എന്താണ് പ്രശ്നം എന്ന്. അല്ല കണ്ടീഷൻ പറഞ്ഞോളൂ എന്ന് പറയാണ് കേട്ടോ. അപ്പം അച്ഛൻ പറയാണ്, കുട്ടിയുടെ അച്ഛൻ പറയാണ്, ഞങ്ങൾക്കൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഇപ്പം നിങ്ങളുടെ വീടിനെ പറ്റി ഭയങ്കര മോശം അഭിപ്രായമാണല്ലോ പുറത്തുനിന്ന് വരുന്നത്, ആരും ഇതുവരെ നല്ലത് പറഞ്ഞിട്ടില്ല ആ വീടിനെ പറ്റി, പക്ഷേ ചെക്കനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ചെക്കനാണ്, അതൊന്നും കുഴപ്പമില്ല. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, എന്തിനാ ആൾക്കാർ പറയുന്നത് വിശ്വസിക്കുന്നത്, ഞാൻ അവിടെ അല്ലേ ഇത്ര കാലം നിൽക്കുന്നത്, പിന്നെ എന്താ പ്രശ്നം, അവിടെ ഉള്ളവരൊക്കെ നല്ലവരാ, നമ്മൾ പുറമേന്ന് കേൾക്കുന്ന പോലെയല്ല അവിടെ അകത്ത്. അത് കേട്ടപ്പോൾ അയാൾ പറയുന്നുണ്ട്, ആയിക്കോട്ടെ അതൊന്നും കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെയൊക്കെ കേട്ടിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ മകളെ അങ്ങോട്ട് അയക്കാനൊരിത്. അപ്പം ഞങ്ങൾ പറഞ്ഞു വരുന്നത്, സുഭാഷും ഇവളും കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് താമസിച്ചോട്ടെ, മാറിയിട്ട് അവരവിടെ താമസിക്കേണ്ട, വേറെ വീടെടുത്തോട്ടെ. അത് കേട്ടപ്പോൾ സുധീഷിന് ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ. ഒന്നിരിക്കും, ഒന്നാമത് സുധീഷ് സങ്കടത്തിലാണ്, ഇവർ വീടിനെ പറ്റി പറഞ്ഞപ്പോൾ അവൻ്റെ ഉള്ള കോൺഫിഡൻസ് മൊത്തം പോയിട്ടുണ്ട്. അങ്ങനെ ഇവരിതും കൂടെ പറഞ്ഞപ്പം അവന് നല്ല വിഷമാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതിനെതിരായിട്ടല്ല, നാട്ടുകാർ അതും പറഞ്ഞിട്ടാണ്, എടുത്ത് തന്നെ വീടെടുത്തോളൂ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാമല്ലോ, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ വീട് വേറെ മാറണം, അതാണിപ്പോൾ ഞങ്ങൾക്കുള്ളൊരു കണ്ടീഷൻ എന്ന് കുട്ടിയുടെ അമ്മയും പറയാണ് കേട്ടോ. ഇവർക്ക് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടുന്നില്ല ആ സമയത്ത്. ഈ കണ്ടീഷൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് നിശ്ചയം നടത്താം, അതൊക്കെ പറയുകയാണ്. എന്നിട്ട് പിന്നെ അവരവിടെ നിന്ന് ഓക്കെ ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഹരീഷും നികേഷും നിധിയും സുധീഷും ഹോളിൽ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവരോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട പാടെ തന്നെ ഹരീഷ് പറയുന്നുണ്ട്, അങ്ങനെ ആവട്ടെ,
അതാണ് നല്ലത്. അല്ലാണ്ട് കുറേ കാലമായി സുഭാഷ് ചേട്ടൻ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. സുഭാഷ് ചേട്ടനൊരു ജീവിതം വേണം. അതിപ്പോൾ വീട് മാറി താമസിച്ചാലും കുഴപ്പമില്ല. നമ്മളെ നോക്കണം, നമ്മുടെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എത്ര എന്ന് വെച്ചിട്ട് ആ മനുഷ്യനെ ഇവിടെ പിടിച്ച് വെക്കുക. സുഭാഷ് ചേട്ടന് വേണ്ട ലൈഫ്. ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കര വികാരഭരിതനായിട്ട് നിൽക്കുകയാണ് കേട്ടോ നികേഷ്. അവന് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാവരുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അവർ റിയാലിറ്റി ചിന്തിക്കുകയാണ്. അപ്പം സുധീഷും പറയുന്നുണ്ട് എനിക്കുകൊണ്ട് വിഷമം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സുഭാഷ് ചേട്ടൻ്റെ കാര്യം നോക്കണ്ട. എത്ര കാലം എന്ന് വെച്ചിട്ടാ ഈ വീട്ടിൽ നിന്ന് എല്ലാവരും പോയാൽ തന്നെ എല്ലാം റെഡിയാവുള്ളൂ. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നികേഷ് നീ എന്താ ഒന്നും പറയാത്ത, നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കല്ലേ? അപ്പം അവൻ പറയുന്നുണ്ട് ഞാൻ എന്ത് പറയാനായിട്ടാണ്, സുഭാഷ് ചേട്ടനില്ലാത്ത ഈ വീടിനെ പറ്റി എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. ഈ വീട് സുഭാഷ് ചേട്ടനാണ്. അത് ആലോചിക്കുമ്പോൾ ഞാൻ എന്ത് പറയാനാന്ന് അവൻ ഭയങ്കര സങ്കടത്തോടെ കരഞ്ഞ് പറയാണ് കേട്ടോ. അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എടാ നീ എന്തൊക്കെയാ ഈ പറയുന്നത്, അതിന് വെച്ചിട്ട് സുഭാഷ് ചേട്ടൻ കാലകാലവും നമുക്ക് വേണ്ടി ജീവിക്കണമെന്നാണോ? അപ്പോൾ നീതി പറയുന്നുണ്ട്, ഹരീഷ് മിണ്ടാതെ നിൽക്കുക, അവന് വഴക്ക് പറയല്ലേ, ഇവിടെ ഏറ്റവും ക്ലോസ് നികേഷും സുഭാഷ് ചേട്ടനുമാണ്. അപ്പോൾ അവന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അവനെ വഴക്ക് പറയാൻ പറ്റൂല്ലല്ലോ. അപ്പോൾ നികേഷ് പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഏട്ടൻ നന്നായിട്ട് ജീവിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ സുഭാഷ് ചേട്ടനില്ലാതെ എന്നെക്കൊണ്ട് പറ്റുമെന്നൊന്നും അറിയില്ല എന്ന് പറയാണ്. നികേഷിൻ്റെ കരച്ചിൽ കണ്ടിട്ട് എല്ലാവർക്കും സങ്കടമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധീഷ് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് കുഴപ്പമില്ല, സുഭാഷ് ചേട്ടൻ നന്നായിട്ട് ജീവിക്കട്ടെ, ഞാനിനി കരയൂല എന്നൊക്കെ പറഞ്ഞിട്ട് അവനും കുറച്ച് ബോൾഡായി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അവർ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഭാഷ് ചേട്ടനോട് എന്ത് പറയും, സുഭാഷ് ചേട്ടൻ സമ്മതിക്കില്ല, അത് ഉറപ്പാണ്. അപ്പോൾ അത് സുഭാഷ് ചേട്ടൻ അറിയിക്കാതെ നമുക്ക് കൊണ്ടുപോകാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുധീഷാണ് ഈ പറയുന്നത്. അത് കേട്ട് പരീക്ഷ പറയുന്നുണ്ട് ഇയാളുടെ പരിപാടി ഒന്നും പറ്റില്ല കേട്ടോ, സുഭാഷ് ചേട്ടൻ്റെ കാര്യത്തിൽ അതൊന്നും പറ്റില്ല, നമുക്ക് നോക്കാം, ഇതെങ്ങനെ പറയാമെന്നപ്പം ഞാൻ ആലോചിക്കുന്നതൊക്കെ അവരിങ്ങനെ തലപുകഞ്ഞ് ആലോചിക്കാൻ കേട്ടോ. പക്ഷേ ഈ ഡിസ്കഷൻ കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നികേഷ് പുറത്തേക്ക് പോവാണ്. അപ്പോൾ നിധി പോകാൻ നിന്നപ്പം സുധീഷ് പറയുന്നുണ്ട് പോകണ്ട നിധി, അവൻ ഒറ്റയ്ക്ക് കരഞ്ഞോട്ടെ എന്ന്. അങ്ങനെ അവൾ പോയി നോക്കുമ്പോൾ അവൻ പൊട്ടിക്കരയാണ്. പിന്നെ കരച്ചിൽ കഴിഞ്ഞ് കണ്ണൊക്കെ തുടച്ചിട്ട് വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, സുഭാഷ് ചേട്ടൻ നന്നായിട്ട് ജീവിക്കട്ടെ. അപ്പോൾ അവരവനെ കെട്ടിപ്പിടിക്കുകയാണ്, സാരല്ലടാ അങ്ങനെ പോട്ടെ, നമുക്ക് സുഭാഷ് ചേട്ടൻ്റെ സന്തോഷമല്ലേ വലുതെന്നൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ് കേട്ടോ. അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറയാണ് ഞങ്ങൾക്ക് ഈ കണ്ടീഷൻ ഓക്കെ ആണെന്നുള്ള കാര്യം. ഇനി സുഭാഷ് ചേട്ടൻ്റെ പ്രതികരണം എന്താവും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.